നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമുക്ക് മാമ്പഴം കിട്ടിയിട്ടുണ്ട്. കുറച്ച് മാമ്പഴം കൊണ്ട് ഇന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളരിക്കയൊക്കെ ഇട്ട് വെക്കണതാണ്. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കണം കേട്ടോ. വിഷു സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി. മാമ്പഴം ഇതാണ് കേട്ടോ മാമ്പഴം. നമ്മുടെ മാവിൻ്റെ കേട്ടോ വീണ് തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഉണ്ടല്ലോ ഇപ്പോൾ പുളിയുണ്ട് തിരിച്ച്. നല്ലോണം മഴ പെയ്യുമ്പോഴാണ് മധുരം ഉണ്ടാവുള്ളൂ. മഴ ശരിക്കും അധികം പെയ്തു തുടങ്ങിയിട്ടില്ലല്ലോ. എന്നാൽ നമുക്കത് തൊലി കീറാട്ടോ. മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയാണ്, ചെത്തല്ല ചെയ്യുക. തൊലി ഇങ്ങനെ കീറിയെടുക്കും. നന്നായിട്ട് പഴുത്തുണ്ടെങ്കിൽ തൊലി ഒന്ന് പിഴിഞ്ഞെടുക്കും. അപ്പോൾ തൊലിയിലത്തെ ചാറൊക്കെ അങ്ങോട്ട് കിട്ടും. ഇതിലങ്ങനെ വിട്ടു പോകണില്ല. അങ്ങനെ ഞാനൊരു 10-12 മാങ്ങ ചെത്തി കീറിയെടുത്തു. ഇതാണ് കേട്ടോ മാങ്ങ. കണ്ടോ, ഈ ചട്ടിയിലാണ് നമ്മൾ വയ്ക്കാൻ പോണേ കേട്ടോ. പണ്ട് വിഷുവിൽ ഞങ്ങൾ കൽച്ചട്ടിയിലാണ് വയ്ക്കുക, വലിയ കൽച്ചട്ടിയിൽ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 1 ചെറിയ ടീസ്പൂണ് മുളക് പൊടി ഇട്ടു. 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടു. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. ഉപ്പ് ഇട്ടു ആവശ്യത്തിന്. വെള്ളം ഒഴിക്കാം. ഈ ചട്ടിയിൽ തന്നെ കിടന്ന് വേവണം അത്. അപ്പോൾ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുക്കറിലാണെങ്കിൽ 8 വിസലിന് വെന്ത് കിട്ടും. പക്ഷേ ഇത് ഇത്തിരി നേരം പിടിക്കും. ശർക്കര ഇടാം. ഞാൻ പറഞ്ഞല്ലോ പുളിയുണ്ട് ഈ മാങ്ങയ്ക്ക്. അപ്പോൾ ശർക്കര നന്നായിട്ട് ഇടണം. ഒരു വലിയ ബെല്ലട്ടുണ്ട്. ഇതാ കണ്ടോ, തിളച്ചു. തിളയ്ക്കാൻ മാത്രമല്ല, വെന്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് വെന്തിട്ട് മാങ്ങണ്ടിയുമെന്നൊക്കെ മാങ്ങ കഴമ്പ് വിട്ടു തുടങ്ങി. കണ്ടോ, നല്ല വാസനയൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വെന്തു സാധനം. കണ്ടോ, ഇനി വേണമെങ്കിൽ നമുക്ക് കയ്യിലുകൊണ്ട് അതൊന്നിങ്ങനെ കുത്തി ആ കഴമ്പ് പുറത്തേക്ക് ആക്കാൻ വേണമെങ്കിൽ. വെള്ളം കുറച്ചും കൂടി കുറഞ്ഞു. അടച്ച് കുറച്ച് നേരം വേവട്ടെ. കണ്ടോ, ക്ലീനായിട്ട് വെന്തു. കുറുന്തനെയായി. ഇനി ഇതിൽ നാളികേരം അരച്ചൊഴിക്കണം. ഇതിൽ ഇങ്ങനെ അരച്ച് ഒഴിക്കാനായിട്ട് മിക്സിയിലിട്ടു. ഇത്ര മതി, അധികം വേണ്ട, കുറച്ചല്ലേ ഉള്ളൂ. അതിലൊരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ടു. നന്നായിട്ട് അരച്ചെടുക്കാം. ഇത്തിരി വെള്ളം ചേർത്ത് അരയ്ക്കാട്ടോ, എന്നാലേ അരയുള്ളൂ. ബെസ്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതിലേക്ക് ഒഴിക്കാം. തീ ഞാൻ ഓഫാക്കിക്കായിരുന്നു കേട്ടോ. കത്തിച്ചു തീ ഒഴിച്ചു. നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ജീരകം മാത്രമേ നാളികേരത്തിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇളക്കി ചേർത്തു. ഇനി ബെസ്റ്റായിട്ടൊന്ന് തിളയ്ക്കണം. വെള്ളം ചേർത്ത് നാളികേരം അരച്ചതല്ലേ, അപ്പോൾ നന്നായിട്ട് തിളയ്ക്കണം. ഒന്ന് തിളക്കട്ടെ. കണ്ടോ, നന്നായിട്ട് തിളച്ചു തുടങ്ങിയില്ലേ. ഇപ്പോൾ തിളക്കട്ടെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തിളക്കണത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കണം. തൈര് ഞാൻ അധികം വെള്ളമില്ലാത്ത തൈരാണ്. കട്ട പോലത്തെ തൈര് ഉടച്ച് വെച്ചിട്ടുണ്ട്. അത് ഒഴിക്കാം കേട്ടോ.
ഇപ്പം നന്നായിട്ട് തിളച്ചു. തൈര് കുറച്ചുള്ളൂ. തൈര് ഞാൻ ഉടച്ച് വെച്ചതാണ് കേട്ടോ. ചേർത്തു. നന്നായിട്ട് ഇളക്കുക. തിളയ്ക്കണ്ട ഇനി കേട്ടോ, വാങ്ങി വെക്കാം ഇപ്പം തന്നെ കേട്ടോ. തൈര് ഒഴിച്ചിട്ട് തിളയ്ക്കണ്ട, വാങ്ങി വെച്ചു. ഇനി ഇതിലേക്ക് കടുക്, മുളക്, ഉലുവ എല്ലാ സാധനങ്ങളും വറുത്തിടണം. പാൻ വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിടാം. 1 ടീസ്പൂൺ കടുകിട്ടു. കടുക് നന്നായിട്ട് ഇതേ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്കതിലേക്ക് കുറച്ച് ഉലുവിടാം. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞോടൊപ്പം തന്നെ ഉലുവയും ഒന്ന് വറവാവും. കുറച്ച് കറിവേപ്പില അങ്ങനെ തന്നെ അതിലേക്ക് ഇടാം കേട്ടോ. ഇട്ടു. ഇനി നമുക്ക് ഇതിൽ ഓഫാക്കാട്ട. പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് മുളകിട്ടു. ഓഫാക്കി. വറ്റൽ മുളക് പൊട്ടിക്കാണ്ട് ഇട്ടേക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കി. ആ മുളക് നല്ല ക്രിസ്പിയായി അടിപൊളിയായിട്ട് വറവായ മുളക് കണ്ടോ, വീർത്തിരിക്കണ കണ്ടില്ലേ. ഇത് നമ്മൾ ചാലിച്ചാണ്ടല്ലോ, അടിപൊളിയാട്ടോ. ഒഴിക്കാം. ഇപ്പം നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. ഇത് അടച്ചു വയ്ക്കാം. പാത്രപാകം കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാം കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞു. നോക്കൂ ജയശ്രീ, എങ്ങനെയുണ്ടെന്ന്. ഇതാണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം വിഷുവിന് വയ്ക്കണ മാമ്പഴ പുളിശ്ശേരി. ടേസ്റ്റ് നോക്കൂ. ഇതല്ല കേട്ടോ, നാളെ വയ്ക്കും അത്. വ്യത്യാസമല്ലേ? എന്തിൻ്റെ ടേസ്റ്റ് വരണേ? കുരുമുളകിൻ്റെ വരുന്നില്ലേ? പച്ചമുളക് ചേർത്തിട്ടില്ല, മുളക് ഇട്ടിട്ടില്ല. കുരുമുളക് പൊടി ഇപ്പം ഇത്തിരി മറ്റേ മുളകും. അപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടത്. വിഷു സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയാണ്. അതായത് ഇത് ഞാൻ സാധാരണ നമ്മൾ ഉണ്ടാക്കണ പോലെയല്ല. പണ്ട് ഞങ്ങളെങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി വയ്ക്കുകയെന്ന് വെച്ചാൽ ഒരു വെള്ളരിക്കൊക്കെ നുറുക്കി കലച്ചട്ടി നിറച്ചിട്ട് അത് വേവുമ്പോൾ മാങ്ങയൊക്കെ ഇട്ടിട്ടാണല്ലോ വെക്കുക. കുറേ ഇത് ഞാൻ മാങ്ങ മാത്രം ഉണ്ടാക്കിക്കണതാ. വെള്ളരിക്കേ ഇട്ടിട്ടില്ല, ഒരു കഷ്ണം ഇട്ടില്ല. ഓൺലി മാമ്പഴ പുളിശ്ശേരി. പിന്നെ വേറെ ഉണ്ട് നമ്മളിതിൽ പച്ചമുളക് അരച്ചിട്ടില്ല, കുരുമുളക് അരച്ചിക്കണം. ഇതൊരു പുതിയ രീതിയാണ് കേട്ടോ. നല്ല രസമുണ്ട് അല്ലേ? രസല്ലേ? സ്വാദുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നാളെ വെക്കാൻ പോണത് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ വെച്ചു കിട്ടും. നാളെ വെക്കുമ്പോൾ നമ്മളിപ്പോൾ വിഷുവിനുള്ളതാകുമ്പോൾ മറ്റന്നാളല്ലേ വിഷു, അപ്പോൾ എടുക്കാൻ പാടില്ലല്ലോ. സ്വാദില്ലേ? സ്വാദുണ്ട്, നല്ല സ്വാദുണ്ട്. അതാണ് ഞാൻ ഇന്നലെ വിചാരിച്ചതാ മനസ്സിലായി. ഇങ്ങനെ വെച്ച് നോക്കാമല്ലോ. സ്വാദുണ്ട് അല്ലേ? സൂപ്പറായിട്ട്. അപ്പോൾ ചിലരെന്ത് കുറവാണെന്നറിയാം. അല്ല, ചില കുറവൊന്നുമില്ല. ഓൺലി ഈ നാളേരും ജീരകം മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ എന്താ നാളേരം ഒഴിച്ചിട്ട് തിളപ്പിച്ചു. മോരൊഴിച്ചിട്ട് തിളപ്പിച്ചിട്ടില്ലേ? മോരെല്ലാം ഒഴിച്ചിട്ട് തൈര് പോലെ കട്ടത്തൈര് ഉടച്ചിട്ടുണ്ട് ഒഴിച്ചു. അപ്പം ഇഷ്ടമായോ? വെച്ച് നോക്കൂട്ടാ. കഷ്ണമൊന്നും ഇല്ലയെന്ന് വെച്ച് വിഷമിക്കണ്ട. മാങ്ങ മാത്രം മതി. 10 മാങ്ങയിലായാലും നമുക്ക് വയ്ക്കാം. നല്ല സൂപ്പറാട്ടോ. നാളെ ഇത് വേറെ വയ്ക്കും. മറ്റന്നാളല്ലേ വിഷുവിന് സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ രുചി നോക്കാൻ പാടില്ല. ഗണപതിക്ക് വിളമ്പുണ്ടതല്ലേ, അത് കാരണം കൊണ്ട്. ഓക്കെ, ലൈക്ക് ചെയ്തോളൂട്ടാ.